നമ്മളെ ദേശീയപാതയുടെ വീതി കൂടിയപ്പോൾ നെല്ലിക്കാപ്പറമ്പിലെ ഒരുപാട് മരങ്ങൾ മുറിക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. വികസനം എല്ലായിടത്തും വേണ്ടി ഒന്നാണല്ലോ. പക്ഷേ അങ്ങനെ വികസനം വന്നതോടുകൂടി ഏറ്റവും പ്രയാസം നേരിട്ട ഒരു വിഭാഗം ആളുകൾ നമ്മളെ നെല്ലിക്കാപ്പറമ്പിലുണ്ടായിരുന്നു. വേറെ ആരുമല്ല, എൻ്റെ കെട്ടിയോനടക്കം അടങ്ങുന്ന നമ്മളെ ഓട്ടോറിക്ഷക്കാർ, നമ്മളെ പാവങ്ങളെ ബെൻസ്. പക്ഷേ ആ ബെൻസിൻ്റെ ഡ്രൈവർമാർ പൊരിഞ്ഞു തുടങ്ങിയപ്പോൾ അവർ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് നെല്ലിക്കാപ്പറമ്പിൻ്റെ സ്വകാര്യ അഹങ്കാരവും. പോരേന്ന് രാവിലെ ഇറങ്ങിയാൽ പിന്നെ ഇവരൊക്കെ പോരാ ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു വൃത്തിയിൽ ഇവർ ഇവിടെയൊക്കെ കൊണ്ടെടുക്കണുണ്ടേ. ചെടികൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, ഈറ്റങ്ങൾക്ക് തിന്നാനുള്ള കർമൂസക്കായി വരെ ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചാണ്. ഇബലൊക്കെ പള്ളാർക്കാനുള്ള സാധനങ്ങളൊക്കെ ഇബല തന്നെ ഇവിടെ നട്ടുപിടിപ്പിച്ചാണ് കേട്ടോ. ഇതൊക്കെ തിന്ന് തടിച്ചാലും അതൊക്കെ കുറക്കാനുള്ള മാർഗ്ഗം ഇവലെടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, വിശ്രമവേളകളെ ആനന്ദകരമാക്കുന്ന നമ്മളെ മണിയേട്ടൻ. മഴക്കാലമായാലും ഇവിടെ ചളി നിറഞ്ഞ് ഈറ്റങ്ങൾക്ക് ചവിട്ടാൻ കഴിയാതെ വന്നപ്പോൾ നിലത്തിടാനുള്ള മെറ്റലും ടാർപ്പായും എണ്ണിമാങ്ങാക്കൻ്റെ അനിയ അസീസാക്കൻ്റെ വക, കണിയാത്ത് ബാബാക്ക, അസീസാക്ക, അങ്ങനെ ഇനിയും എത്രയോ ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഈ ട്രാക്കിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ട്രാക്കിൽ വന്നിരിക്കുന്ന ആരും സമയം പോകണമെന്നും അറിയില്ല, ക്ഷീണവും അറിയില്ല. ഐ ലവ് നെല്ലിക്കാപ്പറമ്പ് ഒരാളെ സ്പോൺസറാണ് കേട്ടോ. നമ്മൾ ഓട്ടോറിക്ഷക്കാരുടെ കഠിന പ്രയത്നം കൊണ്ട് ഒന്ന് മാത്രമാണ് കേട്ടോ ഈ ഒരു ട്രാക്ക് ഇക്കൊല്ലത്തിലായത് തന്നെ. ഒത്തൊരുമ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് നമ്മളെ നെല്ലിക്കാപ്പറമ്പിലെ ഓട്ടോറിക്ഷ ട്രാക്ക്. നെല്ലിക്കാപ്പറമ്പിൻ്റെ സ്വകാര്യ അഹങ്കാരം. കഴിഞ്ഞ കൊല്ലം ഗംഭീരമായിട്ട് ഇവർ വാർഷികം നടത്തിയിട്ടോ. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.